വെളിച്ചെണ്ണ വില അങ്ങ് കുതിച്ച് കയറുകയാണ്. പല സ്ഥലത്തും വെളിച്ചെണ്ണയ്ക്ക് പല രീതിയിലുള്ള വിലയാണ് ഈടാക്കുന്നത്. പല ബ്രാൻഡുകൾക്ക് 350 400 അടുത്ത് വിലയായി. എന്നാൽ ചില മില്ലുകൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ 400 മുകളിൽ വരെ വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. എന്നാൽ ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ച് കയറുമ്പോൾ മറ്റ് എണ്ണകളുടെയും മറ്റ് ഭക്ഷ്യ എണ്ണകളുടെയും വില ഏകദേശം 200-200 ആയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണേലും പാം ഓയിലായാലും തവിടെണ്ണയാണ് കടുകെണ്ണയും എന്ന് വേണ്ട സകല ഭക്ഷ്യ എണ്ണകളുടെയും വില വലിയ കയറ്റമാണ് കുറച്ച് കാലമായി നമ്മുടെ മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഇവിടെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് വാസ്തവം. കുപ്ര ആവശ്യത്തിന് കിട്ടാത്തതാണ് വെളിച്ചെണ്ണ ക്ഷാമത്തിന് വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് ഇത്ര വർധനയ്ക്ക് കാരണമെന്നാണ് പൊതുവേ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഈ വില പലയിടത്ത് പല രീതിയിൽ നടക്കുന്നതാണ് നമുക്ക് വസ്തുതാവിരുദ്ധമായി തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയ്ക്ക് പല ബ്രാൻഡുകളിലും പല വിലയാണ്. അതുതന്നെ അല്ല, പലയിടത്ത് ആട്ടി കൊടുക്കുന്ന വിലയ്ക്കും പല രീതിയിലുള്ള വിലയാണ് പലരും ഈടാക്കുന്നത്. ഇതിനെയൊക്കെ ഒരു സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വിലയ്ക്കൊക്കെ കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇത്ര വിലയിൽ കൂടി വിൽക്കാൻ പാടില്ല എന്ന സർക്കാർ ഒരു നിബന്ധന വച്ചാൽ ആ വെളിച്ചെണ്ണ വില കുറേയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ സർക്കാർ ഇത് വേണ്ട വിധത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ് പലരും പല രീതിയിൽ എണ്ണ വിൽക്കുന്നത്. പല സ്ഥലത്തും പല വിലയാണ്. സാധാരണക്കാരനാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നത്. നല്ല വെളിച്ചെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ പലർക്കും പറ്റാത്ത അവസ്ഥയാണ്. പലരും പാം ഓയിലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലുള്ള എണ്ണയാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം നല്ല രീതിയിലാണ് വിപണനം ചെയ്യുന്നത് എന്ന് കണ്ടറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഇതിലൊക്കെ മായം കലർന്നിട്ടുണ്ടോ, അത് നല്ല എണ്ണയാണോ വിപണിയിൽ വിൽക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പലയിടത്തും പല ബ്രാൻഡുകളിലുള്ള പല പേരുകളിലുള്ള എണ്ണ വിൽക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം നല്ല എണ്ണയുണ്ട്, നല്ല എണ്ണ ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. പലർക്കും സാധാരണക്കാർക്കൊന്നും പലപ്പോഴും ഈ ബ്രാൻഡൊന്നും മനസ്സിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അവർ ഏറ്റവും വില കുറഞ്ഞ എണ്ണ വാങ്ങി അവരുടെ നിത്യോപയോഗത്തിന് വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവരുടെ ദൈനംദിന ചെലവുകൾ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പലർക്കും ഉള്ളത്. അപ്പോൾ ഏറ്റവും വില കുറവുള്ള എണ്ണയാണ് പലരും വാങ്ങി ഉപയോഗിക്കാൻ നിർബന്ധിതരാണ്, പ്രത്യേകിച്ച് സാധാരണ മനുഷ്യർ. കാരണം 300, 350, 400 കൊടുത്ത് 1 കിലോ വെളിച്ചെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ പലർക്കും സാധിച്ചെന്ന് വരില്ല. കാരണം ദൈനംദിന ചെലവുകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ കുതിച്ച് കയറുന്ന വെളിച്ചെണ്ണ വില അല്ലെങ്കിൽ മറ്റ് നിത്യോപയോഗ ഭക്ഷ്യ എണ്ണകളുടെ വിലയിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ വളരെ നന്നായിരിക്കും.